ലാസ്റ്റ് 21 ദിവസത്തിനുള്ളിൽ 2 ആക്സിഡൻറ്റ്. ഒരാക്സിഡൻറ്റ് കഴിഞ്ഞു വണ്ടി ഇറങ്ങാൻ മൂന്നാഴ്ച എടുത്തു. ആ മൂന്നാഴ്ചയിൽ അടുത്ത വണ്ടി ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം അടുത്ത ആക്സിഡൻറ്റ്. ഒരു വണ്ടി കയറിയപ്പം ഒരു വണ്ടി ഇറങ്ങിയപ്പോൾ അടുത്ത വണ്ടി കയറി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വണ്ടി എറണാകുളത്തെന്നല്ല, കേരളത്തിൽ പൊതുവെ ഓടിക്കാൻ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സുകാർ, 2 വീലേഴ്സ്. എനിക്ക് മനസ്സിലാകുന്നില്ല ആൾക്കാർ എന്താണ് റോട്ടിൽ കാണിക്കുന്നതെന്ന്. ഞാൻ വലിയ പുണ്യാളനായിട്ടൊന്നും പറയുന്നതല്ല, പക്ഷെ എന്നാലും ഒരു 60% നമ്മളൊരു മര്യാദ കാണിക്കണം. ബാക്കി 40% നമ്മുടെ റോഡ് കണ്ടീഷൻ മോശമാണ്, എല്ലാം ഓക്കെയാണ്. ആദ്യത്തെ ആക്സിഡൻറ്റ് നിർത്തിയിട്ട വണ്ടിയിൽ കൊണ്ട് ബൈക്കുകാരൻ കൊണ്ട് ഇടിപ്പിച്ചു. അതാണ് എൻ്റെ ഒരു അവസ്ഥ. ഇടിപ്പിച്ചതും പോരാഞ്ഞിട്ട് പുള്ളിനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 3700 രൂപ ബില്ലും ഫസ്റ്റ് എയ്ഡും കൊടുത്തിട്ട് പുള്ളി എനിക്കെതിരെ കേസിട്ട്. സമ്മതിക്കണ്ടേ? 10 രൂപ പോലും കൊടുക്കാൻ പാടില്ലാത്തതായിരുന്നു. പുള്ളി FIR ഇട്ട് ഇപ്പോൾ കേസായി. വണ്ടി സ്റ്റേഷനിൽ 2 ആഴ്ച പിടിച്ചിട്ടു. അത് കഴിഞ്ഞ് പണിയാനിപ്പോൾ കയറ്റി, പണിയെടുത്ത് ഒരാഴ്ച, മൊത്തം 3 ആഴ്ച. 21 ദിവസമാണ് വെറുതെ വണ്ടി കിടന്ന്. അപ്പോൾ ഇത്ര ദിവസം വണ്ടിക്കുണ്ടായ നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നഷ്ടം. അത് കൂടാണ്ട് വണ്ടി പണിയണതിന് 29,000 രൂപ ബില്ല് വന്നു. ഞാൻ വീഡിയോ ഉൾപ്പെടുത്താൻ വണ്ടിക്ക് എന്താ പറ്റിയെന്ന്. വണ്ടി സൈഡിൽ നിർത്തിയിട്ട വണ്ടിയിൽ കൊണ്ട് ബൈക്കുകാരൻ കയറിയതാണ്. ഇന്നലെ നടന്ന സംഭവം. ഇന്നലെ ഈ വണ്ടി ഇന്ന് കിട്ടുന്നതാണ്. ഇന്നലെ വേറൊരു സംഭവം. ടേൺ എടുക്കാൻ വേണ്ടി റൈറ്റ് സൈഡ് ചേർത്തിട്ട് എൻ്റെ വണ്ടിയിൽ ഒരു സ്വിഫ്റ്റുകാരൻ ഷോ ഓഫ് കാണിച്ച. കാരണം എനിക്ക് ഓടിക്കാനറിയാം. ഞാൻ വണ്ടി വാല ഓപ്പോസിറ്റ് ട്രാക്ക് കൂടി വന്നിട്ട് ഇപ്പോൾ ആ വണ്ടി കഴിഞ്ഞ് പോയിട്ട് എനിക്കും അതുപോലെ എടുക്കാനറിയാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. പോകുന്ന വണ്ടിക്കാരൻ നിരത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാനവിടെ ഇൻഡിക്കേറ്റർ ഇട്ട് കുറേ നേരം കിടക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നണം. അവൻ ഭയങ്കര സ്റ്റൈലിഷാണ്. എറണാകുളത്ത് ഓടിക്കാൻ ഞങ്ങളെ കഴിഞ്ഞ ആളുള്ളൂ, അതൊരു സ്കില്ലാണ് എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു അവൻ വന്നിട്ട് സ്റ്റെപ്പ് വെച്ച് എടുത്തതാണ്. വലതുവശത്ത് എൻ്റെ വണ്ടി കിടക്കുന്ന കണ്ടിട്ട് വന്നവനാണ്. കണ്ടില്ലെങ്കിൽ നമുക്കത് അബദ്ധം പറ്റിയെന്ന് നോക്കാം. അത് കണ്ടിട്ട് വന്നവൻ സ്റ്റെപ്പ് വെച്ച് കട്ട് ചെയ്ത് കയറി വലതുവശത്ത് കിടക്കുന്ന വണ്ടിയുടെ കാര്യേ അവൻ മറന്നു. ഫുൾ ഒടിച്ച് വലതുവശത്ത് നിർത്തിയിട്ടുന്ന എൻ്റെ വണ്ടിക്കിട്ട് കയറി ഒരൊറ്റയടി. അത് മാത്രമല്ല, ആ സ്പോട്ടിൽ അവൻ ജസ്റ്റ് ഒന്ന് വലിയാൻ നോക്കി. ഞാൻ വണ്ടി വട്ട കേട്ട്. അപ്പോൾ അവിടെ ബ്ലോക്ക് ആകേട്ടാ, അങ്ങോട്ട് അപ്പോൾ ഓക്കെ സംബന്ധിച്ച് ബ്ലോക്കാണ്. എന്നിട്ട് ഫ്രണ്ടിലോട്ട് കയറ്റി വണ്ടി നിർത്തിക്കഴിഞ്ഞ് അവൻ ഇറങ്ങുമെന്ന് അവൻ ചോദിക്കുക, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കണമെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു മനുഷ്യനാണെങ്കിൽ കുറച്ചെങ്കിലും ഒരു എത്തിക്സ് എന്ന് പറയുന്ന സാധനം വേണം. ചെയ്യുന്ന തെറ്റാണെങ്കിൽ ആ സ്പോട്ടിൽ 2 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ കേസിൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ മാറ്റി പറയും. ആ സ്പോട്ടിലെങ്കിലും ഒരു മര്യാദ, കുറ്റം ചെയ്തെങ്കിൽ ചെയ്തെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കണം. ഇതവൻ ആ തെണ്ടിത്തരം കാണിച്ചിട്ട് ചെറ്റ എൻ്റെ അടുത്ത് വന്നിട്ട് അവൻ ചേട്ടൻ എന്ത് പണിയാണ് കാണിച്ചതെന്ന്. വലതുവശത്ത് ഇറക്കണ വണ്ടിയെ അവൻ നോക്കിയില്ല. ഡോറ് ഇന്നലെ ശ്രദ്ധിച്ചില്ലത്. ഇന്ന് രാവിലെ ഇടതുവശത്തെ ഡോറ് തുറന്ന് നോക്കിയപ്പോഴാണ് ഡോറ് അത് ടൈറ്റായിട്ട്, രണ്ടും കൂടി ടൈറ്റായിട്ട്, ബോഡി ആ ഡോറിൻ്റെ പാനലും കൂടി ടൈറ്റായിട്ട് കിറന്ന് പറഞ്ഞ ഡോർ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ജാമായത്. അപ്പം അത് ശരിയാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ 3500 രൂപ. എന്നിട്ട് അവൻ ഇന്നലെ എന്നെ ഭയങ്കര ചാടിക്കല. ഇങ്ങനെയാണ് ഏട്ടൻ വണ്ടി ഓടിക്കുന്നത്. ഇവൻ എൻ്റെ ഇടതുവശത്ത്, അതായത് ടേൺ തിരിയാൻ വേണ്ടി നമ്മൾ എതിർ ട്രാക്കിൽ കൂടി അപ്പുറത്തേക്ക് അതായത് ടേൺ തിരിയാൻ വേണ്ടി കിടക്കുവാണ്. ഞാൻ വലതുവശത്ത് ചേർന്നിട്ടാണ് മെട്രോയുടെ പില്ലറിനോട് ചേർന്ന് വലതുവശത്ത് ചേർന്നെടുക്കുക. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നവൻ ഫുള്ള് ഒടിച്ചിട്ട് വലതുവശത്ത് ഇറങ്ങുന്ന വണ്ടിയെ നോക്കാണ്ടും ഫുള്ള് ഒടിച്ച് കട്ട് ചെയ്ത് എടുത്തതാണ്. എന്നിട്ട് അവൻ എന്നോട് ചോദിക്കുക, ചേട്ടനല്ലേ കൊണ്ടിടിപ്പിച്ചതെന്ന്. എൻ്റെ വണ്ടിയിലേക്ക് ഞാൻ ചോദിച്ചു, നിനക്കൊരു മര്യാദ എന്ന് പറയുക, നിനക്കൊരു തെറ്റ് പറ്റി. ഇവൻ സോറി പറയാൻ വേണ്ടി ആയിരിക്കും ഇറങ്ങി വന്നതെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഞാൻ പൊട്ടൻ. അവൻ ആ സ്പോട്ട്, ഞാൻ ചോദിച്ചിട്ട്, ഒരു മനുഷ്യനാണെങ്കിൽ കുറച്ചും കൂടി ഒരു വ്യക്തിത്വം വേണം. എന്താ പറയുക, ചെയ്യുന്ന തെറ്റെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മര്യാദയെങ്കിലും കാണിക്കണം. അല്ലാണ്ട് ഈ ഒരു തന്തയില്ലായ്മ എന്ന് അതിന് പറയാണ്ട് 10 തന്തയുള്ളവരാ ആ പണി കാണിക്കണം. ചെയ്ത് തെറ്റാണെങ്കിലും നടുറൂട്ടിൽ കിടന്ന് തർക്കിക്കും ഞാൻ ചെയ്തത്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും തർക്കിച്ച് ജയിക്കാൻ അറിയാമെങ്കിൽ അങ്ങനെയുള്ളവരാ കാര്യമുള്ളൂ. എന്ത് പറയാനാ, ബസ്സുകാർ കാണിക്കണ തെണ്ടിത്തരം.
എറണാകുളത്ത് വണ്ടി പെരുകുന്നതിനനുസരിച്ച് റോഡ് വികസിക്കുന്നില്ല. ഇതിന് എന്തെങ്കിലും കർശനമായിട്ട് ഒന്നാമത്തെ കാര്യം ബസ്സുകാർക്കൊരു പൂട്ടണം, പ്രൈവറ്റും KSRTC ഇവർക്കൊരു പൂട്ട് എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരാണ്ട്, അല്ലെങ്കിൽ അവരുടെ ടൈമിങ്ങിലെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാണ്ടൊരു കാര്യം നടക്കത്തില്ല. രണ്ടാമത്തെ ബൈക്കുകാർ, മൂന്നാമത്തെ കാര്യം ഈ സിൽവർ ലൈൻ എന്ന് പറഞ്ഞൊരു സാധനം പണിയണതിൻ്റെ ഒരു തിരക്ക്. അടുത്ത് ഇനിയിപ്പം പണി ഇവിടെ തുടങ്ങാൻ പോവുക. തുടങ്ങാൻ പോകുന്ന വൈറ്റിലയിൽ നിന്ന് എടപ്പള്ളി റൂട്ടിലേക്ക് പണി തുടങ്ങാൻ പോവാം. ഇപ്പം അല്ലാണ്ട് തന്നെ ഉണ്ട് കൊടുങ്ങല്ലൂർ റൂട്ടിൽ കുണ്ടും കുഴിയും. ഇത് കഷ്ടമാണ്, വണ്ടി പോകാനോ വഴിയില്ല, ഉള്ള വഴിക്ക് വീതിയില്ല, കുണ്ടും കുഴിയും, അതിൻ്റെ ഇടയ്ക്ക് ബസ്സുകാരുടെ ഗുസ്തിയും. ഒരു ദിവസം പോലും വഴക്കുണ്ടാക്കാത്ത ശരിക്കും ഒരു യുദ്ധത്തിന് പോകുന്നൊരു ഫീലാണ്. ടെൻഷൻ പിടിച്ച പരിപാടിയായി ഇപ്പോൾ ഡ്രൈവിങ്. ഏത് സമയം എന്തും സംഭവിക്കുമെന്നുള്ളൊരു രീതിയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കണം. ഒന്നില്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ വണ്ടിയുടെ കാര്യത്തിൽ കൺട്രോൾ ചെയ്യണം. ഇതൊന്നും ചെയ്യുന്നില്ല, വണ്ടിയുടെ ഇതിലും കൺട്രോൾ ചെയ്യുന്നില്ല, ഇൻഫ്രാസ്ട്രക്ചറും വലുതാകുന്നില്ല. ഒടുക്കത്തെ തിരക്ക്. എറണാകുളത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും കാലിൻ്റെ ഇടയിൽ കൂടിയാണോ വണ്ടി വന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. എവിടെ നിന്നൊക്കെയാണ് വണ്ടി കുത്തിക്കീറി തിരികേറ്റി വരുന്നതെന്ന് നമുക്കതിനുള്ളൊരു സ്ഥലമില്ല. അത് തന്നെയാണ് പ്രശ്നം. അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഡൽഹിയിലൊക്കെ മറ്റേ ഒറ്റക്ക നമ്പർ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവിടെ ഒരു സിസ്റ്റം വെക്കണം. അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചൈനയിലൊക്കെ ഉള്ള പോലെ 4-5 വണ്ടിയുള്ള വീടാണെങ്കിൽ ഒരു ദിവസം ഒരു വഴിയിലേക്ക് ഇറങ്ങുന്ന വണ്ടികൾക്ക് ലിമിറ്റ് വെക്കണം. എന്തെങ്കിലും ഒരു നിയമങ്ങളോട് കൊണ്ടുവരാണ്ട് ഇവിടെ ജീവിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പം എനിക്കുണ്ടായതിൻ്റെ ഒരു അനുഭവമാണിത്. അപ്പം ഈ വണ്ടിയിൽ പിന്നെ പ്രത്യേകിച്ച് പൈസയുള്ള ഒരു അത്യാവശ്യം പ്രീമിയം വണ്ടി വല്ലപ്പോഴും രാവിലെയും വൈകുന്നേരം മാത്രം വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാർ ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞു, പ്രത്യേകിച്ച് താറൊക്കെ ഓടിക്കുന്ന ചേട്ടന്മാർക്ക് ഇവരുടെ ഒരു പൈസയുടെ ഒരു അഹങ്കാരമാണ്. ഇവരാണ് രാജാവ് എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയട്ടെ. ഈ ഒരു അഹങ്കാരമൊക്കെ ഒന്ന് തട്ടിക്കഴിഞ്ഞ് ഇതിൻ്റെ പുറകെ നടക്കുമ്പോഴാണ് എൻ്റെ ബുദ്ധിമുട്ട്. ഈ ഇൻഷുറൻസിൻ്റെ പുറകെ നടക്കുക, അല്ലെങ്കിൽ വണ്ടി പണിഞ്ഞ് നടക്കുക, പോലീസ് സ്റ്റേഷൻ നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ആദ്യമേ ഞാൻ പോയത് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ. അവിടുന്ന് ഞാനിപ്പോൾ വിവാദമൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് എനിക്കുണ്ടായ അനുഭവം, അവിടുത്തെ CI ഇച്ചിരി ഇപ്പോൾ ആ ദിവസം തന്നെ ഫേമസ് ആയി പുള്ളി കയറുക. അതുകൊണ്ട് ഞാൻ വിവാദമായ കേസ് തന്നെ ഞാൻ പറയുന്നില്ല, പുള്ളി എന്നോട് പെരുമാറിയ രീതി. അത് കഴിഞ്ഞിട്ട് ആ കേസ് മേക്കാട് സ്റ്റേഷനിലേക്ക് മാറ്റി. അവിടുത്തെ പോലീസുകാരുണ്ട്, പുള്ളിയുടെ പേര് എടുത്തു പറയണം. പോലീസുകാർക്ക് എൻ്റെ വിചാരം പോലീസുകാരെല്ലാവരും എനിക്ക് നല്ല അഭിപ്രായമല്ല. പക്ഷേ ഈ പോലീസുകാരൻ നല്ലൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള പോലീസുകാർ കിട്ടിയതുകൊണ്ട് എൻ്റെ ഈ വിഷയം ഇപ്പം നല്ല ആൾക്കാരും പോലീസിലുണ്ട്. പക്ഷേ എൻ്റെ ആദ്യത്തെ അനുഭവം മോശമായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഈ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ നല്ല പോലീസുകാരായിരുന്നു. അതുകൊണ്ട് മാത്രം പിന്നെയെങ്കിലും ഞാനൊന്ന് ഇതിൻ്റെ പുറകെ ചേട്ടന്മാർ ഈ വണ്ടി കിടന്ന് ഈ അഭ്യാസം കാണിക്കുന്നതൊക്കെ ഒരു രസത്തിന്, ആ ഒരു സമയത്തൊരു ത്രില്ലാണ്. പക്ഷെ വണ്ടി ഒന്ന് തട്ടിക്കഴിയുമ്പോൾ എൻ്റെ പുറകെ നടക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ വണ്ടിക്കകത്ത് അഭ്യാസങ്ങൾ കാണിക്കാൻ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ പ്രൊസീജിയർ. തലവേദന പിടിച്ച് ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണ്. 29,000 രൂപ ബില്ല് പോട്ടെ, 3 ആഴ്ച ആ ദിവസം ഓടാത്തതിൻ്റെ, ടാക്സി ആയതുകൊണ്ട് ഓടാത്തതിൻ്റെ പൈസ. പിന്നെ ഓൾറെഡി ഇതിപ്പോൾ FIR ഇട്ട് കേസായി. ഇതിൻ്റെ ഡ്രൈവർ ഡിക്ലറേഷൻ നോട്ട് മേടിക്കാൻ പോകണം, FIRൻ്റെ കോപ്പി എടുത്ത് അവിടെ കൊടുക്കണം, അത് വേണം ഇത് വേണം. അവസാനം ഇനി 1.5 വർഷം കഴിയുമ്പോൾ കേസ് കോടതിയിൽ കേസായി. കോടതിയിൽ കേസ് വിളിക്കാൻ നേരം നമ്മളെ വിളിക്കാൻ നേരം നമ്മളവിടെ പോകണം, പെറ്റി നമ്മൾ അടയ്ക്കണം കോടതി വിളിക്കാൻ നേരത്ത്. ഇപ്പം മൊത്തം എത്ര രൂപ ചിലവായി എന്ന് നോക്കണം. ഈ വണ്ടിക്കകത്ത് കയറി ഞാൻ വലിയ പ്രീമിയം, അത് ഈ ഒരുമാതിരി പൈസ ഉള്ള എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ പ്രീമിയം, ഈ വല്ലപ്പോഴും വണ്ടി ഇറക്കണ ഈ പ്രീമിയം ചേട്ടന്മാരുണ്ട്. അവർ വിചാരം അവരെന്തോ സംഭവമാണ്, ഈ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ എന്തോ രാജാവാണെന്നുള്ള രീതി. പിന്നെ ഒരു മധ്യവയസ്കന്മാർക്കും വണ്ടി കയറി കഴിഞ്ഞാൽ അവരെന്തോ സംഭവമാണെന്നുള്ള രീതിയിൽ അവരുടെ ഡ്രൈവിങ്. അതൊന്ന് തട്ടുന്ന വരെ ഉള്ളൂ ഈ ചൊറിച്ചിൽ. തട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്. പിന്നെ നമ്മൾ ചെയ്യാത്തതിൻ്റെ കാര്യത്തിൽ നമ്മുടെ സമയവും നമ്മുടെ സാമ്പത്തികവും നഷ്ടപ്പെടുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് വേറൊന്ന്. ഇത് കൂടാണ്ട് ഇതിനു വേണ്ടി നടന്നപ്പോൾ ഉണ്ടായ എൻ്റെ പേഴ്സണൽ ചിലവുകൾ എന്തുമാത്രമാണെന്നറിയാം. ക്യാഷ്ലെസ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പോകും. ചെറിയൊരു എമൗണ്ടാണ്, എന്നാലും
കണ്ടവൻ മുട്ടിയിട്ടാണ് നമ്മൾ ഈ കൊണ്ട് നമ്മുടെ പൈസ കളയണം എന്നുള്ളതായിരുന്നു നമ്മൾ ആലോചിക്കണം. ഇപ്പം എല്ലാവരും ദയവ് ചെയ്ത് റോട്ടിൽ അഭ്യാസം കുറച്ച് ഹോണടിക്കാണ്ട് ഒരു മര്യാദ കാണിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഞാൻ. വരുന്നവരൊക്കെ കയറ്റി വിടും. എന്നിട്ട് എനിക്കാണ് ഇങ്ങോട്ട് വന്നു. അത് ഏറ്റവും വലിയ സങ്കടം ഇങ്ങോട്ട് എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരുന്നു സംഭവിച്ചെങ്കിൽ നമുക്ക് പിന്നെ ഒരു സങ്കടം ഇത്രയും വരില്ലായിരുന്നു. ഇത് 2 കേസിൽ ഞാൻ നിരപരാധിയാണ്. ഇങ്ങോട്ട് വന്ന് കയറിയത് നമ്മൾ എത്ര ശ്രമിച്ചാലും ഇങ്ങോട്ട് വന്ന് കയറും എന്നുള്ളതാണ് അതിൻ്റെ അതൊരു പ്രീമിയം വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാരും ഒന്ന് ഇടി കെട്ടിക്കഴിയുമ്പോൾ എൻ്റെ ആ ഒരു അഹങ്കാരം അങ്ങോട്ട് തീരും. അപ്പം എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ നോക്കി കണ്ടൊക്കെ വണ്ടി ഓടിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ.